ദാമ്പത്യം രചന അവതരണം മിത്രവിന്ദ. എൻ്റെ ഈശോയെ, ഇതാരാണെന്ന് നോക്കിയേ. ഇന്ന് കല്യാണ പെണ്ണ് മാറും, ഉറപ്പാ. ബീനയുടെ ശബ്ദം കേട്ട് മാരാർ പെട്ടെന്ന് ബദ്രിയുടെ മുഖത്തു നിന്നും ദൃഷ്ടി മാറ്റി. മോളെ ബദ്രേ, എൻ്റെ മോളെ കാണാൻ എന്ത് സുന്ദരിയാണെന്നോ. ഇതെങ്ങനെയാ നീ ഇത്രയും നന്നായിട്ട് ഒരുക്കിയേ? അവർ വന്നിട്ട് ബദ്രയെ അടിമുടി നോക്കി പറഞ്ഞു. മാരാർ കുഞ്ഞമ്മൂനെ എടുത്ത് മുത്തം കൊടുത്തുകൊണ്ട് അവൻ്റെ റൂമിലേക്ക് പോയി. എൻ്റെ കുഞ്ഞമ്മു ആണല്ലോ ഏറ്റവും സുന്ദരി, അവൻ വാവയെ കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. ബ്യൂട്ടീഷ്യൻ ചേച്ചി അഭിനന്ദിച്ചുകൊണ്ട് ബീന ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടാളും കൂടി ബദ്രിയെ പുകഴ്ത്തിക്കൊണ്ടിരുന്നു. ബദ്രിക്കാണെങ്കിൽ എല്ലാം കേട്ടിട്ട് നാണം പോലെ. അവൾ ഒരു മന്ദഹാസം പൊഴിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ബീന ചേച്ചി വരൂ, ഞാൻ സാരി ഉടുപ്പിക്കാം. ബ്യൂട്ടീഷ്യൻ ബീനയെ മുറിയിലേക്ക് നിർബന്ധിച്ചു കൊണ്ടുപോയി. ഭദ്ര നോക്കിയപ്പോൾ മാരാർ വാവയെ ബെഡിൽ കിടത്തിയിട്ട് ഒരു കുർത്ത എടുത്തിടുകയാണ്. അവിടേക്ക് ചെല്ലാതുകൊണ്ട് ഭദ്ര ബീനയുടെ അടുത്തേക്ക് പോയി. കല്യാണ വീട്ടിൽ എല്ലാവരും ചേർന്ന് ആകെ ബഹളം. ഫോട്ടോ എടുക്കുന്നു, വീഡിയോ പിടിക്കുന്നു. അതിൻ്റെ ഇടയിൽ ദക്ഷിണ കൊടുക്കൽ ടൈമായെന്ന് കാരണവന്മാരിൽ ആരോ പറഞ്ഞ് ബഹളം കൂട്ടി. മാരാർ കസവും മുണ്ടും കരിനീല നിറമുള്ള കുർത്തയും അണിഞ്ഞ് സുന്ദരനായിട്ട് ഉമ്മറത്തേക്ക് ഇറങ്ങി വന്നു. അവൻ്റെ കയ്യിൽ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു. ഭദ്ര, മാരാർ വിളിക്കുന്ന കേട്ട് ഭദ്ര നാണം കുടുങ്ങിയാണ് ഇറങ്ങി വന്നത്. ഇങ്ങനെ കുണുങ്ങി നിൽക്കാതെ ഇറങ്ങി വരാൻ നോക്ക്, അശ്വം വിളിക്കുന്നുണ്ട്. ബീന ചേച്ചി എവിടെ? ചേച്ചി സാരി ഉടുക്കുന്നു, കഴിഞ്ഞില്ല, 5 മിനിറ്റ് കൂടി. അവൾ പതിയെ മറുപടി കൊടുത്തു. താൻ വരാൻ നോക്ക്, നേരം പോയി. അവൻ കുഞ്ഞമ്മൂനെയും കൊണ്ട് ഇറങ്ങി. ചേച്ചി, ഭദ്ര അകത്തേക്ക് നോക്കി ബീനയെ വിളിച്ചു. ചേച്ചി വന്നോളും ഭദ്ര. മാരാർക്ക് ദേഷ്യം വന്നു. അവൾക്ക് പക്ഷേ അപ്പുറത്തേക്ക് ചെല്ലാൻ ഒരു മടി പോലെ. എല്ലാവരും കാണുമല്ലോ എന്നൊക്കെ ഓർക്കുമ്പോൾ ഒരു ചമ്മല്. കാരണം ഭദ്ര ഇത്രയും ഒരുങ്ങിയത് ആദ്യമായിട്ടാണ് പോലും. ചേച്ചി കൂടി ഉണ്ടെങ്കിൽ ഒരു സമാധാനമായേനെ. ഇതിപ്പോൾ ധ്വനിയുടെയൊക്കെ അടുത്തേക്ക് ചെല്ലാൻ അവൾക്ക് ബുദ്ധിമുട്ട്. ഭദ്ര, മാരാർ പിന്നെയും വിളിച്ചു. ഭദ്ര അവൻ്റെ പിന്നാലെ അശ്വിൻ്റെ വീട്ടിലേക്ക് നടന്നുപോയി. മാരാരും ഭദ്രയും കുഞ്ഞമ്മും കൂടി നടന്നു വരുന്നത് കണ്ട് സരസ്വതി നിറഞ്ഞ പുഞ്ചിരിയോടെ അവരെ നോക്കി. ദേവന്മാരാരുടെ കല്യാണം കഴിഞ്ഞോ? പല ഭാഗത്തു നിന്നും സംസാര വിഷയം ഇതായിരുന്നു. ഇതാരാ ദേവായിക്കുട്ടി, തൻ്റെ മാരേജ് കഴിഞ്ഞോ? അശ്വിൻ്റെ വകയിലൊരു ചെറിയച്ഛൻ മാരാരെ നോക്കി ചോദിച്ചു. എൻ്റെ ഫ്രണ്ടിൻ്റെ മോളാ, ഇവിടെ തിരക്കായതുകൊണ്ട് അപ്പുറത്തായിരുന്നു. സരസ്വതി പറഞ്ഞതും പെട്ടെന്ന് ചെറിയച്ഛൻ സോറി പറഞ്ഞു. മാരാർ അയാളോട് പ്രത്യേകിച്ചൊന്നും പറയാതെ നേരെ അശ്വിൻ്റെ അടുത്തേക്ക് ചെന്നു. മോളെ ഭദ്രേ, എൻ്റെ കുട്ടി സുന്ദരിയായിട്ടുണ്ട്, കണ്ണെടുക്കാൻ തോന്നുന്നില്ല. സരസ്വതി അവളുടെ കവളി തലോടി. എല്ലാവരും വന്നിട്ട് ഭദ്ര ആരാണെന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കൊച്ചിൻ്റെ അമ്മയാണെന്ന് കണ്ടാൽ പറയില്ല കേട്ടോ, സുന്ദരി പെണ്ണ്. സ്ത്രീജനങ്ങൾ പലരും പിറുപിറുത്തു. എല്ലാം കേട്ടുകൊണ്ട് തികഞ്ഞ ഗൗരവത്തിൽ മാരാർ നിൽക്കുകയാണ്. കുഞ്ഞമ്മൂനെ പലരും എടുക്കാൻ വേണ്ടി വന്നു. എന്നാൽ അവൻ ആർക്കും കൊടുക്കാതെ തൻ്റെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് അങ്ങനെ നിന്നു. വാവ കരയുമെന്നവൻ അവരോടൊക്കെ പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറി. അച്ചുവേട്ടാ, ഭദ്ര പിന്നിൽ നിന്നുകൊണ്ട് അശ്വിനെ വിളിച്ചു. എൻ്റെ പൊന്നോ, ഇതാര്? അശ്വിൻ അവളെ തന്നോട് ചേർത്ത് നിർത്തി. ഈ സൗന്ദര്യമൊക്കെ എവിടെ കൊണ്ട് ഒളിപ്പിച്ചു വെച്ചേക്കുമായിരുന്നു പെണ്ണെ? അവൻ ശരിക്കും ഒരു അനിയത്തിക്കുട്ടിയെ പോലെയാണ് അവളെ കണ്ടതും ചേർത്ത് പിടിച്ചതുമൊക്കെ. അശ്വിൻ്റെയും സരസ്വതിയുടെയും കരുതൽ കണ്ടപ്പോൾ ഭദ്രയും കുഞ്ഞും അവർക്കൊക്കെ വേണ്ടപ്പെട്ടവരാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. അശ്വിൻ കുഞ്ഞമ്മൂനെ മേടിക്കാൻ തുടങ്ങിയതും അവൻ്റെ ഷർട്ടൊക്കെ ചുളിഞ്ഞു പോകുമെന്ന് പറഞ്ഞ് മാരാർ അത് തടഞ്ഞു. ഇത്തിരി ചുളിവ് വന്നാലും സാരമില്ല, കുഞ്ഞിനെ ഇങ്ങോട്ട് താടാ. അശ്വിൻ ബലമായി വാവയെ മേടിച്ചു. എന്നിട്ട് ഭദ്രയും കുഞ്ഞുമായി നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. ഈ സമയത്തായിരുന്നു ധ്വനി ഒരുങ്ങി വന്നത്. അതീവ സുന്ദരിയായിട്ട് ട്രഡീഷണൽ ലുക്കിലാണ് അവൾ ഇറങ്ങി വന്നത്. മാരാരെ നല്ല അസലായിട്ട് വായി നോക്കിക്കൊണ്ട് അവൾ ഉമ്മറത്തേക്ക് കയറി വന്നു. മാരാർ അവൾ വരുന്നുവെന്ന് കണ്ടതും മൈൻഡ് ചെയ്യാതെ നിന്നു. ഹായ് ദേവ്. നാണം കെട്ടവൾ വന്നിട്ട് മാരാരെ തൊട്ടുരുമി. അവനാണെങ്കിൽ ഒരു ശബ്ദം മാത്രം പുറപ്പെടുവിച്ചു. മാരാരുടെ കൂടെ ഭദ്രയെ കാണാഞ്ഞപ്പോൾ അവൾക്ക് സന്തോഷമായിരുന്നു. അപ്പോഴാണ് അശ്വിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്ന ഭദ്രയെ അവൾ കണ്ടത്. സുന്ദരിയായിട്ട് അവൻ്റെ അടുത്ത് നിൽക്കുന്ന ഭദ്രയെ കണ്ടതും ധ്വനിക്ക് കലി കയറി.
ധ്വനി വന്നതും ഭദ്രയുടെ മുഖം ഇത്തിരി താണു. മാരാർ അല്പം അധികാരഭാവത്തിൽ കുഞ്ഞമ്മൂനെ മേടിച്ചു. ഒന്ന് രണ്ടാളുകൾ ഫോട്ടോ എടുക്കാൻ കയറി വന്നപ്പോൾ ഭദ്രയെ അവൻ തൻ്റെ അരികിലേക്ക് ചേർത്ത് നിർത്തി. അതുകൂടി കണ്ടതും ധ്വനിയുടെ മുഖം വല്ലാണ്ട് വീർത്തു. മാരാർ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചതും ഭദ്രയൊന്ന് വിരണ്ടുപോയി എന്നതാണ് സത്യം. മുഖമുയർത്തി അവനെ നോക്കിയതും ഗൗരവത്തിൽ നിൽക്കുവാണ് മാരാർ. ചടങ്ങുകൾ ഓരോന്നായി പുരോഗമിച്ചു. ദക്ഷിണ കൊടുത്ത ശേഷം അശ്വിൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. നേരം പോകുന്നു, ഇനിയിപ്പോൾ ഇറങ്ങാല്ലേ? അശ്വിൻ്റെ ചെറിയച്ഛൻ ചോദിച്ചതും സരസ്വതിയും ധനിയും ദേവിയും ഒക്കെ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് പുറപ്പെടാൻ ഇറങ്ങി വന്നു. എല്ലാവരും എന്നതുപോലെ സ്വന്തം വാഹനത്തിലാണ് വന്നത്. അതുകൊണ്ട് അവരൊക്കെ അവനവൻ്റെ വണ്ടിയിൽ പോയി കയറി. കുഞ്ഞമ്മു ആണെങ്കിൽ ബീനയുടെ കയ്യിലായിരുന്നു. അശ്വിൻ കുഞ്ഞമ്മൂൻ്റെ കവളിലും ഓരോ മുത്തം കൊടുത്തു. ദേവ ഇറങ്ങാടാ. അശ്വിൻ വന്നിട്ട് മാരാരുടെ തോളിൽ പിടിച്ചു. മാരാർ അവനെ ഒന്ന് പുണർന്നു. എല്ലാവിധ ആശംസകളും നേർന്നു. സന്തോഷകരമായ ഒരു ലൈഫാവട്ടെ ഇനി മുന്നോട്ടെന്നും. ഇരുവരും ചേർന്ന് നിൽക്കുന്ന കണ്ട് സരസ്വതിയുടെ കണ്ണു നിറഞ്ഞു. രണ്ടാളും ചേർന്നുള്ള ഫോട്ടോസ് നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അശ്വിൻ അവൻ്റെ ഫോർച്യൂണർ ലെജൻഡറിലും മാരാർ BMW പുറപ്പെട്ടത്. ഭദ്ര, മാരാർ വിളിച്ചതും ഭദ്ര അവൻ്റെ അടുത്തേക്ക് ചെന്നു. പോകാം. അവൾ തലകുലുക്കി. കുഞ്ഞമ്മൂനെ മേടിക്ക്. അവൻ പറഞ്ഞതും ഭദ്ര വന്നിട്ട് ബീന ചേച്ചിയുടെ കയ്യിൽ നിന്നും വാവയെ വാങ്ങിച്ചു പിടിച്ചു. ചേച്ചി പോകാം, ദേവേട്ടൻ വിളിക്കുന്നുണ്ട്. ആ നമുക്ക് ഇറങ്ങാം മോളെ. ഇരുവരും കൂടി മാരാരുടെ കാറിൽ കയറാൻ ചെന്നു. ഇത് കണ്ടതും ധ്വനി ഇരുണ്ട മുഖത്തോടെ നിന്നു. എന്തായാലും ശരി, ഇനിയുള്ള ദിവസങ്ങൾ കാത്തിരുത്ത് കാണാമെന്ന് അവൾ ഓർത്തു. മാരാരുടെ ഒപ്പം മുൻപിലിരുന്ന് പോകാൻ സത്യം പറഞ്ഞ ഭദ്രയ്ക്ക് വിഷമമുണ്ടായിരുന്നു. പക്ഷെ അവൻ ഭദ്രയോട് കയറിയിരിക്കാൻ ആവശ്യപ്പെട്ടു. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെയാണ് അവൾ അവൻ്റെ അരികിലേക്ക് കയറിയിരുന്നത്. ഇതൊക്കെ കണ്ട് ബീന ചേച്ചിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഈ പിള്ളേരെ രണ്ടാളെയും ഒന്നിച്ച് ചേർക്കണേ കർത്താവേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ബീന കയറിയത്. ജലജയും അവരുടെ കൂടെയുണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് വിവാഹത്തിന് പുറപ്പെട്ടു. എല്ലാ മുഖങ്ങളിലും സന്തോഷം മാത്രം. കുഞ്ഞമ്മു വണ്ടിയിൽ കയറിയപാടെ ഉറങ്ങിപ്പോയി. ഇടയ്ക്കൊക്കെ മാരാർ മുഖം തിരിച്ച് കുഞ്ഞിനെ നോക്കുന്നുണ്ട്. കുഞ്ഞമ്മു ഉറങ്ങിയല്ലേ മോളെ? ജലജ ചോദിച്ചതും ഭദ്ര അതേന്ന് തല കുലുക്കി. മോളെ, കുഞ്ഞിന് ഇത്തിരി കൂടി പാല് കൊടുത്തിട്ട് ഉറക്കിയാൽ മതിയായിരുന്നു. ഇനി അവിടെ ചെല്ലുമ്പോൾ വിശക്കുമാവും. ബീനയാണ്. പെട്ടെന്ന് ഉറങ്ങിപ്പോയി ചേച്ചി, അതാ. ആ, അവിടെ ചെന്നിട്ട് എഴുന്നേൽപ്പിച്ചു കൊടുക്കാം. വണ്ടിയിലിരുന്നാൽ മതിയെന്നേ, ജലജ പറഞ്ഞു. അങ്ങനെ എല്ലാവരും വിവാഹം നടക്കുന്ന സ്ഥലത്തെത്തി. വളരെ ആഡംബരപൂർവ്വമായിട്ടുള്ള അലങ്കാരങ്ങളാണ് അവിടെ ആകെ നിറഞ്ഞിരിക്കുന്നത്. വിടർന്ന മിഴികളോടെ അല്ലാതെ ആർക്കും നോക്കാൻ പോലും ആവില്ല, അത്രയ്ക്കും സെറ്റപ്പായിരുന്നു. മാരാർ വണ്ടി ഒതുക്കി നിർത്തി. എന്നിട്ട് എല്ലാവരോടും ഇറങ്ങാൻ പറഞ്ഞു. കുഞ്ഞമ്മൂനെ ഉണർത്താൻ ഭദ്ര ആവുന്നത്ര ശ്രമിച്ചെങ്കിലും നടന്നില്ല. അതുകൊണ്ട് അവരെല്ലാവരും ചേർന്ന് കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് പോയി. മണ്ഡപം കാണുമ്പോൾ തന്നെ രാജകീയമായ കല്യാണമാണെന്ന് ആളുകൾ ഓർത്തുപോയി. അത്രയ്ക്ക് സെറ്റപ്പ്. എൻ്റെ ചേച്ചി ഇതെന്തൊക്കെയായി കാണുന്നത്? ബീനയും ജലജയും അടക്കം പറഞ്ഞു. അശ്വിനെക്കുറിച്ച് ആളുകൾ ചേർന്ന് ആഡംബരവും ആർപ്പുവിളികളും ഒക്കെയായി ആ മണ്ഡപത്തിലേക്ക് അനയിച്ചു. കതിർ മണ്ഡപത്തിൽ കയറി നിന്ന് അവൻ എല്ലാവരെയും നോക്കി മനോഹരമായി ഒന്ന് പുഞ്ചിരി തൂക്കി. എല്ലാവർക്കും കല്യാണച്ചക്കനെ ഒരുപാട് ഇഷ്ടമായി. സരസ്വതി അമ്മയും മകനും ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികളും ചേർന്ന് സദസ്സിനെ വണങ്ങി. അതിനുശേഷം പെൺകുട്ടിയെ വരവേറ്റുകൊണ്ട് വരുന്ന ചടങ്ങ്. മിക അണിഞ്ഞൊരുങ്ങി വരുന്നത് കണ്ടാൽ ഒരു രാജകുമാരിയെപ്പോലെ തോന്നി. അശ്വിൻ നോക്കുന്ന കണ്ട് അവൾ പുഞ്ചിരിച്ചു. മികയുടെ അച്ഛനും അമ്മയും ചേർന്ന് അവളെ കൈപിടിച്ച് മണ്ഡപത്തിലേക്ക് കയറ്റി. എന്നിട്ട് അശ്വിൻ്റെ അരികിലായി നിർത്തി. മികയുടെ സഹോദരി ലയയും അവളുടെ ഭർത്താവ് രോഹനും അവൻ്റെ പേരൻസും ഒക്കെ ഒപ്പം തന്നെയുണ്ട്. അശ്വിൻ മാരാരെ കൈകാണിച്ച് സ്റ്റേജിലേക്ക് ക്ഷണിച്ചുവെങ്കിലും അവൻ വേണ്ടെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി. മാരാർ വന്നിട്ട് മുൻപന്തിയിലിരുന്നു. അവൻ്റെ ഓപ്പോസിറ്റ് റോയിലായിരുന്നു ഭദ്ര ഇരുന്നത്. നിറഞ്ഞ സന്തോഷത്തോടെ മികയെ നോക്കുന്ന ഭദ്രയെ മാരാർ കണ്ടു. നാദസ്വരങ്ങളും താളമേളങ്ങളും ഉയർന്നപ്പോൾ തന്ത്രിവര്യൻ എടുത്തുയർത്തിയ മഞ്ഞ ചരടിൽ കോർത്ത ആലില താലി അശ്വിൻ മികയുടെ കഴുത്തിൽ അണിയിച്ചു. കൊട്ടും കുരുവയും മേളങ്ങളും മുഴുകി. പെട്ടെന്ന് കുഞ്ഞമ്മ ഉറക്കമുണർന്നു.
വാവു ഉറക്കെ കരയാൻ തുടങ്ങി. ഭദ്രവേഗം കുഞ്ഞിനെയും കൊണ്ട് എണീറ്റു. അപ്പോഴാണ് മിക അവളെ ശ്രദ്ധിച്ചത്. ഇതാണ് ആള്, ഏട്ടത്തി കണ്ടിട്ടില്ലേ? ധ്വനിയുടെ ശബ്ദം അവളുടെ കാതിൽ പതിഞ്ഞു. മിക നോക്കിയപ്പോൾ അതേ എന്ന അർത്ഥത്തിൽ ധ്വനി തലകുലുക്കി. പെട്ടെന്ന് അവളുടെ മുഖം ഇരുണ്ടു. കതിർ മണ്ഡപത്തിൽ വലം വയ്ക്കുമ്പോഴും ആളുകൾ ഓരോരുത്തർ വന്ന് ആശംസകൾ നേരുമ്പോഴും തെളിച്ചമില്ലാത്തൊരു ചിരിയായിരുന്നു അവൾ സമ്മാനിച്ചത്. എന്നാൽ അവളുടെ മാറ്റമൊന്നും അറിയാണ്ട് അശ്വിൻ ഹാപ്പി ആയിട്ടിരുന്നു. ഈ സമയത്ത് കുഞ്ഞമ്മൂനെയും കൊണ്ട് ഭദ്രമാരാരുടെ വണ്ടിയിലേക്ക് പോവുകയാണ്. അവിടെ ഇരുന്ന് കുഞ്ഞിന് പാല് കൊടുക്കാൻ. ഭദ്രയുടെ കൂടെ ബീന ചേച്ചിയുമുണ്ട്. കുഞ്ഞമ്മൂന് ശബ്ദമൊക്കെ കേട്ടപ്പോൾ പേടിയായി. അതാണ് വാവ കരയുന്നതും. മാരാർ വണ്ടിയുടെ ലോക്ക് മാറ്റി കൊടുത്തിരുന്നു. രണ്ടാളും കൂടി പിൻസീറ്റിൽ കയറിയിരുന്നു. കുഞ്ഞമ്മു കുറച്ച് നേരമെടുത്ത് പാല് കുടിക്കാൻ. ആൾക്ക് എത്ര ശ്രമിച്ചിട്ടും ഒരു സുഖമാകുന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും മുഖം ചലിപ്പിച്ചുകൊണ്ട് കിടന്നിട്ട് ഒടുവിൽ യാതൊരു ഗത്യന്തരവുമില്ലാതെ കുഞ്ഞമ്മു പാല് കുടിച്ചു. പെട്ടെന്ന് അവരുടെ അടുത്തേക്ക് മാരാർ വന്നു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തു, AC ഓണാക്കി കൊടുത്തു. എന്നിട്ട് പുറത്തേക്ക് ഇറങ്ങി പോകുകയും ചെയ്തു. മിക കാണാൻ മിടിക്കുകയാണല്ലേ മോളെ? അതെ ചേച്ചി, സിനിമാ നടി പോലെയുണ്ട്. അച്ചുവേട്ടന് നന്നായി ചേരും. ഭദ്ര സന്തോഷത്തോടെ പറഞ്ഞു. എന്തോരം മനുഷ്യരാ, 2000 മേലെ ആളുകളുണ്ടെന്ന് ഓരോരുത്തർ പറയുന്നു കേട്ടു. ഓ, പണച്ചാക്കല്ലേ മോളെ, പിന്നെന്താ അല്ലേ? അവൾ തലയിളക്കി. നന്നായിട്ട് വരട്ടെ. അച്ചുവേട്ടനാളൊരു പാവമാണ്. അതുപോലെ അമ്മയും. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷേ ആ പെണ്ണ് അഹങ്കാരിയാണ്, ഒറ്റ നോട്ടത്തിലറിയാം. ഏയ്, അതൊക്കെ ചേച്ചിയുടെ തോന്നല. മിക പാവം കുട്ടിയാന്നേ. ഉവ്വ, കണ്ടറിയാം മോളെ. അവർ ഭദ്രയെ നോക്കി തലകുലുക്കി. ചേച്ചി, അഥവാ മിക ഇത്തിരി കുശുമ്പിയാണെങ്കിൽ പോലും നമ്മുടെ അച്ചോട്ടൻ്റെ കൂടെയല്ലേ ആൾ ജീവിക്കാൻ പോകുന്നത്. അപ്പോൾ മനസ്സ് ശുദ്ധമാകൂന്നേ. ഏട്ടൻ അത്രയ്ക്ക് പാവമാണ്. പെറ്റമ്മയെ പോലെ തന്നെ സരസ്വതി അമ്മയും ഉണ്ട്. ഭദ്ര വിശദീകരിച്ചു. ആ, അങ്ങനെ ആയാൽ കൊള്ളാം. അല്ലാണ്ട് ഞാൻ എന്തോ പറയാനാ കുഞ്ഞെ. ബീന നെഞ്ചിൽ കൈചേർത്ത് പ്രാർത്ഥിച്ചു. ചേച്ചി നെഗറ്റീവായിട്ടൊന്നും ചിന്തിക്കണ്ട, എല്ലാം നല്ലത് മാത്രം ഭവിക്കട്ടെ. ഭദ്ര അവരെ നോക്കി ഒന്ന് കണ്ണുരുട്ടി കാണിച്ചു. നിന്റെ മനസ്സിൽ കളങ്കമില്ലാത്തവളാ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നേ. പക്ഷെ എല്ലാവരും അങ്ങനെ അല്ല കുഞ്ഞെ, അതുകൊണ്ടാണ് ചേച്ചിയും പറയുന്നത്. രണ്ടാളും സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ മാരാർ അവരുടെ അടുത്തേക്ക് വന്നു. പാല് കുടിച്ച് കുഞ്ഞമ്മു വീണ്ടും ഉറക്കമായിരുന്നു. അവൻ വന്നതും ഭദ്രയും ബീന ചേച്ചിയും വണ്ടിയിൽ നിന്നിറങ്ങി. ഫോട്ടോ എടുക്കാൻ അമ്മ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. കുഞ്ഞമ്മു പിന്നെ ഉറങ്ങിയോ? മാരാർ ഭദ്രയെ നോക്കി പറഞ്ഞു. ആദ്യമായിട്ടല്ലേ മോനെ, വാവ മടുത്തു. ദേ പാല് കുടിച്ച് ഉറങ്ങിപ്പോയി. മാരാർ ഉറങ്ങുന്ന കുഞ്ഞമ്മൂനെ മേടിച്ചു പിടിച്ചതും വാവ കണ്ണൊക്കെ ചെമ്മി തുറക്കാൻ തുടങ്ങി. ഭദ്രയും മാരാരും സ്റ്റേജിലേക്ക് നടന്നു വരുന്നത് കണ്ട് ധ്വനിയമ്മയ്ക്കും എന്തൊക്കെയോ പറഞ്ഞു. ഞങ്ങളുടെ വീട്ടിൽ നിർത്താതെ ഇയാൾക്ക് ഇവിടെ അങ്ങ് കൂടെ കൂട്ടിയാൽ പോരെ, അതാകുമ്പോൾ എളുപ്പമാവുമല്ലോ കാര്യങ്ങൾ. മിക പറയുന്നത് കേട്ട് ധ്വനിക്ക് സന്തോഷമായി. ഇതാണ് താൻ ആഗ്രഹിച്ചത്. ഉദ്ദേശിച്ചതിലും നല്ല അസല് സാധനമാണ് മികയെന്നും അവൾക്ക് പിടികിട്ടി. ഏടത്തി അങ്ങോട്ട് വരുന്നേ. ഞാനും 1 മാസത്തോളം അവിടെ കാണും. നമുക്ക് രണ്ടാൾക്കും കൂടി ഇവളെ പുകച്ച് ചാടിക്കാം. ധ്വനി പറഞ്ഞത് കേട്ട് മിക പുഞ്ചിരിച്ചു. ഇവളെയാണോ നിന്നെയാണോ ആദ്യം പുകയ്ക്കേണ്ടതെന്ന് ഞാനങ്ങോട്ട് വന്നിട്ട് തീരുമാനിക്കാം. മിക ഊറി ചിരിച്ചു. തുടരും. സപ്പോർട്ട് മറക്കല്ലേ.